വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് +2 മൈക്രോ എക്കണോമിക്സിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്താണെന്ന് നമ്മൾ പഠിക്കുന്നതിന് മുന്നേ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്താണെന്നുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡെഫിനേഷനാണ്. അപ്പോൾ നമ്മൾ എക്കണോമിക്സിൽ ഇനി മുഴുവൻ ചാപ്റ്ററുകൾ പഠിക്കുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും പഠിക്കുക. രണ്ടിലധികം പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വന്നാലോ എന്ന് കരുതിയിട്ട് നമ്മൾ സിമ്പിളായിട്ട് പഠിക്കുക. രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും എപ്പോഴും പഠിക്കുക. അപ്പം നമ്മൾ ഇവിടെ എക്കണോമിയെ പറ്റിയിട്ടാണ്, സമ്പദ് വ്യവസ്ഥയെ പറ്റിയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ പ്രൊഡ്യൂസർ തീരുമാനിക്കുകയാണ് രണ്ട് ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യാം. സൊസൈറ്റിക്ക് ഒരുപാട് സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞു, അതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റിസോഴ്സ് നമ്മുടെ കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രൊഡ്യൂസർ എന്ത് തീരുമാനിക്കണം, രണ്ട് സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇപ്പോൾ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ കയ്യിലൊരു 100 രൂപയുണ്ട്, നിങ്ങൾ രണ്ട് സാധനം മേടിക്കാമെന്ന് വിചാരിക്കാം. ഡയറി മിൽക്ക് 10 രൂപയുടെ ഡയറി മിൽക്ക് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 10 രൂപയുടെ ഒരു ലേസും വാങ്ങിക്കുക, ഒരു ലേസല്ല 10 രൂപയുടെ ലേസും വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആ 100 രൂപ മുഴുവനും സ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് പല രീതിക്ക് അത് വാങ്ങിക്കാൻ പാടില്ലേ. ഒരു ലേസും 9 ഡയറി മിൽക്കും, 2 ലേസും 8 ഡയറി മിൽക്കും, 3 ലേസും 7 ഡയറി മിൽക്കും, അല്ലെങ്കിൽ രണ്ടും വാങ്ങിക്കണ്ട, 100 രൂപ കയ്യിൽ പിടിക്കാം. അല്ലെങ്കിൽ 10 ഡയറി മിൽക്ക് വാങ്ങിക്കാം, ലേസ് ഒറ്റെണ്ണം വാങ്ങിക്കണ്ട, 10 ലേസ് വാങ്ങിക്കാം, ഡയറി മിൽക്ക് ഒറ്റെണ്ണം വാങ്ങിക്കണം. അങ്ങനെ പല പല കോമ്പിനേഷൻസ് ഉണ്ടല്ലേ. അതുപോലെ തന്നെ ഇവിടെയും നോക്കി, പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡ്യൂസറുടെ കയ്യിലുള്ള ഗിവൺ ലെവൽ ഓഫ് റിസോഴ്സ് ആൻഡ് ഗിവൺ ലെവൽ ഓഫ് ടെക്നോളജി, അയാളുടെ കയ്യിലുള്ള വിഭവങ്ങളും സാങ്കേതിക വിദ്യകളും എല്ലാം ഉപയോഗിച്ചിട്ട് അയാളെ കൊണ്ട് സാധ്യമായിട്ടുള്ള മുഴുവൻ കോമ്പിനേഷനും നമ്മൾ 0, 0, 10, 0, 1, 9, 2, 8, 3, 7 എന്നൊക്കെ പറഞ്ഞ പല കോമ്പിനേഷൻസ് പറഞ്ഞില്ലേ. അങ്ങനെ സാധ്യമായിട്ടുള്ള മുഴുവൻ കോമ്പിനേഷനും കൂടി ചേർത്തിട്ട് പറയുന്നതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്നുള്ളത്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് ഇതേപോലെ ഇരിക്കും, കണ്ടോ. 0, 14, 1, 12, 2, 9, 3, 5, 4, 0 എന്നിങ്ങനെ ഇരിക്കും പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റിന് നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് പറയും കേട്ടോ. PPC, PPF രണ്ടും സെയിമാണ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ്, ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് നമ്മളൊരു ഗ്രാഫാക്കി വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെയാണ് PPC അല്ലെങ്കിൽ PPF, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് അതിനെയാണ് പറയുന്നത്. അപ്പോൾ ഇതേപോലെ ഇരിക്കും നമ്മുടെ PPC, അതായത് ഇങ്ങനെ വളഞ്ഞിട്ടിരിക്കും. ഓക്കെ, ഇങ്ങനെയായിരിക്കും നമ്മുടെ PPC കർവ് ഉണ്ടാക്കുക. അപ്പോൾ ഇതിലുള്ളതൊക്കെ എന്താണ് പോയിന്റുകൾ, പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റാണ് അതിലുള്ളത്. ഇനി നമ്മൾ PPCയെ പറ്റിയിട്ട് പഠിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതായിട്ട് പഠിക്കേണ്ടതാണ് ഈ ഒരു പിക്ചർ. ഈ ഒരു പിക്ചറിൽ ഞാൻ ഇവിടെ ഒരു പോയിന്റ് കൂടി ആഡ് ചെയ്യാണ്, ABD എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആ ഒരു ചെറിയ കേവ് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കേവ്. അപ്പോൾ അതിലൊരു പോയിന്റ് ഉണ്ട്, അതിന് താഴെ A എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്, അതിന് മുകളിൽ മറ്റൊരു കർവായിട്ട് അതിൽ D എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റൊക്കെ എന്താ ഡിനോട്ട് ചെയ്യുന്നത്, എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മളവിടെ എക്സാമിന് ചോദിച്ചേക്കാം. അപ്പോൾ A എന്ന് പറയുന്ന പോയിന്റ്, അതായത് PPCയുടെ താഴെ, എനി പോയിന്റ് ദാറ്റ് ലൈസ് ബിലോ ദ PPC കർവ്, PPC കർവിൻ്റെ താഴെ ഏതെങ്കിലും ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അത് കാണിക്കുന്നത് ഇൻഎഫിഷ്യൻ്റ് യൂട്ടിലൈസേഷൻ, എഴുതിയെടുത്തോട്ടോ, ഇൻഎഫിഷ്യൻ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. അതായത് വിഭവങ്ങൾ കാര്യക്ഷമമായിട്ട് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് അവിടെ അർത്ഥമാക്കുന്നത്. ഇനി PPCയിൽ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതെന്താ ഉദ്ദേശിക്കുന്നത്, അത് അർത്ഥമാക്കുന്നത് എഫിഷ്യൻ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. അതായത് എഫിഷ്യൻ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, അതായത് വിഭവങ്ങൾ കാര്യക്ഷമമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇനി PPCയുടെ മുകളിലായിട്ട് പുതിയ കർവിൽ ഒരു പോയിന്റ് കണ്ടില്ലേ, D എന്ന് പറയുന്ന പോയിന്റ്, അതെന്താ കാണിക്കുന്നത്, അത് കാണിക്കുന്നത് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് ആണ്, വിഭവങ്ങളുടെ വളർച്ചയാണ് അതിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ PPCയിൽ നിന്ന് നമ്മൾ 3 പോയിന്റുകളെ വെച്ചിട്ട് ഇതാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ ആ ഒരു ഇത് എഴുതിയില്ലായിരുന്നു, പല പല പോസിബിലിറ്റീസ് എഴുതി. അപ്പോൾ ആ പോസിബിലിറ്റീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗുഡ് 2 കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗുഡ് 1 കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗുഡ് 2 നമ്മൾ കുറേ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. നോക്കി, 14 ആയിരുന്നത് 12 ആയി, 9 ആയി, 5 ആയി, അങ്ങനെ 2, 3, 4, 5 എന്നൊക്കെ പറഞ്ഞ് നമ്മളവിടെ ത്യജിച്ചിട്ടുണ്ട്, സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. ആ സാക്രിഫൈസ് ചെയ്തതിന് പറയുന്ന പേരാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കേട്ടോ. ഗുഡ് 1 കൂടുതൽ അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്
ഗുഡ് ടു നമ്മൾ എന്തുമാത്രം സാക്രിഫൈസ് ചെയ്തു എന്നുള്ളതാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. തന്നെ ഒരു കാര്യം കൂടി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. ഇങ്ങനെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചത് ഇൻക്രീസിങ് ആണെങ്കിൽ നമ്മുടെ PPC കർവിൻ്റെ ഷേപ്പ് ഇതാ ഇങ്ങനെ ഇരിക്കും, കോൺകേവ് ടു ഒറിജിൻ ആയിട്ടിരിക്കും. അതല്ല നമ്മുടെ MOC കോൺസ്റ്റൻ്റ് ആണ്, 2 2 2 3 3 3 അങ്ങനെയാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമുക്ക് കിട്ടിയതെങ്കിൽ ഇതേപോലെ ഇരിക്കും നമ്മുടെ ഗ്രാഫ്, സ്ട്രെയിറ്റ് ലൈൻ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടായിരിക്കും നമ്മുടെ PPC കർവ് ഉണ്ടാകുക. അതല്ല MOC ഡിക്രീസിങ് ആണ്, കുറവാണെങ്കിലോ ഒറിജിനോട് കോൺവെക്സ് ഷേപ്പിലായിരിക്കും PPC ഉണ്ടാകുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിനെ പറ്റിയിട്ട് നമ്മൾ അറിഞ്ഞേണ്ടത്. ഇതിലും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ട്യൂഷനിലേക്ക് ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. താങ്ക്